We are Kuttens in France. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഡെക്കാത്ലോൺ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല. ഞങ്ങളിപ്പോൾ ഡെയിലി ഞങ്ങളുടെ റൊട്ടീൻ ലൈക്ക് ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ ഏഷ്യൻ സ്റ്റോറി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ പറ. ഹലോ ഹലോ ഗൈസ്. ഹായ് ഗൈസ്. എല്ലാവരും കുട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ചാനലിലേക്ക് തരാൻ താല്പര്യം? കോൺട്രിബ്യൂഷൻ എപ്പോഴും ഗുഡ് വില്ലായിട്ട് അനുഗ്രഹം മാത്രമായിട്ട് വരുന്നതാണ്. സോ ഗായ്സ്, ഞങ്ങൾ ഡെക്കാത്ലോണിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ഇതിന് വന്നപ്പോൾ ഞങ്ങൾ ഡെക്കാത്ലോണിൽ ഫസ്റ്റ് ടൈം വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്ക് ജിമ്മിൽ ഞങ്ങൾ ജോയിൻ ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ഷൂ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കോളേജിലൊക്കെ പോകുന്നത്. അപ്പോൾ അതിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു ഷൂ മേടിക്കാം. പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇതാണ് ഷൂവിൻ്റെ സെക്ഷൻ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ, പക്ഷെ കുറേ ഐറ്റംസിനൊക്കെ എനിക്ക് തോന്നുന്നു വാട്ടർ ബോട്ടിൽ, ക്യാപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിലെക്കാട്ടിലും റേറ്റ് കുറവാന്ന് തോന്നുന്നു ഇവിടെ. കുറച്ചൊക്കെ എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി അത്ര ഇതൊന്നുമല്ല, കുറച്ചൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ ആദി? എനിക്ക് തോന്നുന്നു നമ്മൾ റേറ്റും കൂടെ നോക്കണമല്ലോ. കുറഞ്ഞത് എടുത്താൽ മതി എന്നാണ് എൻ്റെ നിഗമനം. ഇത് കൊള്ളാം. ഇത് നമുക്ക് ഇതാകുമ്പോൾ കോളേജിൽ ഇട്ടുകൊണ്ട് പോവാം, ജിമ്മിൽ ഇട്ടുകൊണ്ട് പോവാം, എല്ലായിടത്തും ഇട്ടുകൊണ്ട് പോവാം. സോ അത് കൊള്ളാം. ഇതിന് 13 യൂറോ. ഒരു സൈസ് എടുത്തിട്ട് നോക്കാം. മറ്റേ മെഷർ ചെയ്യുന്ന സാധനമാണോ? ഇന്നലെ ജിമ്മിൽ പോയതിന് നല്ല വേദനയുണ്ട് കാര്യം. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് വാ. കൊള്ളാല്ലേ? എന്നാ ഇതിൽ ഇങ്ങനെ സൂം ചെയ്യുന്നു. നിങ്ങളത് കാണണം. ഈ സോക്സിന് 14.99. ഇത് ഒരു ഷൂവിൻ്റെ പ്രൈസിനെക്കാട്ടിൽ കൂടുതൽ. ഇതിന് 12 യൂറോ ഉള്ളു. നിങ്ങളത് കേൾക്കണം. 14 യൂറോ. കൊള്ളാം. ക്യാബിന് 19 യൂറോ. വാവ്. ഈ വാട്ടർ ബോട്ടിലിന് 299 യൂറോ. ശരിയാ. ബാക്കി എടാ, നമ്മുടെ നാട്ടിൽ 100 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കുറവ് 3 യൂറോ ഇല്ലേ? അപ്പം നമ്മുടെ നാട്ടിൽ 200 രൂപയേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ 299. അപ്പം 3 യൂറോ ഉണ്ട്. അപ്പം അറൗണ്ട്. പക്ഷെ അവിടെ വേറൊരു ബോട്ടിലിന് കണ്ടത് കുറവായിരുന്നു. പറ്റിട്ടോ. ഏത് കളർ എടുത്ത്? 2 കളർ എടുക്കാം. ഇതിപ്പോൾ നമ്മളിലെ മാനിക്ക് ബ്ലാക്ക്, ഇവക്ക് ബ്ലാക്ക്, എനിക്കും ബ്ലാക്ക് ആണെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുക്കും ഗൈസ്.
നീഡിൽ ത്രെഡ് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്തിടായിരുന്നു ഞാൻ ഗ്രീൻ ഈ ടൈപ്പ് ഓഫ് ബോട്ടിൽ വാങ്ങിക്കും. വാട്ടർ ബോട്ടിലിന് നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടില് എത്ര 200 രൂപയ്ക്കകത്ത് കിട്ടും ഇത് ഫ്ലിപ്കാർട്ടില്. എന്റെ ഫ്രണ്ട് വാങ്ങിയ ചിത്രം വാങ്ങിയതാ. ഇത് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഈ മെഷർമെന്റ് ഒക്കെ അറിഞ്ഞ് കുടിച്ചാൽ മതിയല്ലോ. ഇവിടെ റേറ്റ് കുറവായിരുന്നു, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് ലോ റേറ്റിൽ കിട്ടും. ഇത് ആർച്ച മേടിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. അതെ, ആർച്ചയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ ആരെയോ ഇത് വെച്ച് നോക്കണം എന്ന് ആർച്ച പറഞ്ഞു. അതെ അതെ. ആരോഗ്യക്ക് എന്താണ് അഭിപ്രായം? നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ഇതിനെ കൂടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഉണ്ടോ ഗൈസ്, പട്ടാളക്കാരുടെ ഷൂസ് ഒക്കെ ഉണ്ട് ഇവിടെ, ബൂട്ട്സ്. കൊള്ളാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോപ്പിംഗ്, അങ്ങനെ ഡെക്കാത്ലോണിലുള്ള ഷോപ്പിംഗ് നമ്മൾ വീണ്ടും ചെയ്യണം. ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാട്ടോ. നീ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിട്ടാണോ നീ? എടാ എൻ്റെയും കൊടുക്കാൻ ഞാൻ 2 യൂറോ അതിലോട്ട് അയച്ചുതരാം. ഇങ്ങനെ ഡെക്കാത്ലോണിന് പോവാണ്, എന്താണ് പറയാനുള്ളത്? എന്തോന്ന് ഡെക്കാത്ലോണിന് പോവാണ്, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എത്രയാണ് എന്തോ പൈസ ആദ്യക്ക് ക്യാഫൊക്കെ കിട്ടി ഗൈസ്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ അച്ഛനും അമ്മയും വീഡിയോ കാണരുത്. 33 യൂറോ ആണ് ആദ്യം. 2 യൂറോ അവളുടെ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു, പക്ഷെ കാശ് പോയതുകൊണ്ട് വളരെയധികം സന്തോഷമൊന്നുമില്ല. കുറച്ച് എക്സ്പെൻസീവ് അല്ലേ ഇറങ്ങി? കുറച്ച് അല്ല, പക്ഷെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ വാങ്ങിയുള്ളൂ, അതുകൊണ്ട് സമാധാനമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നല്ല കുറച്ച് തണുപ്പുണ്ടെങ്കിലും നല്ല ചുള്ളനെ വെയിലടിക്കുന്നു. ചുള്ളന് മീൻസ് നല്ല ചൂടോടോ? നമ്മളവിടെ ചുള്ളനെ ഒന്നും പറയത്തില്ല. ആക്ച്വലി ചുള്ളനെ എന്നൊരു വാക്കുണ്ടോന്ന് എനിക്കും അറിയത്തില്ല. നമ്മള് ക്ലൈമറ്റ് തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തണുത്ത കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തലവേദനയൊക്കെ എടുക്കും പെട്ടെന്ന്. ക്ലൈമറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നത്. ഇപ്പൊ രാവിലെ നല്ല തണുപ്പായിട്ട് നല്ല ട്രാഫിക് ഉണ്ട്. ഇന്ന് രാവിലെ ചൂടായിട്ട് തെർമൽസ് ഒന്നും ഇടാണ്ട് ജാക്കറ്റ് എടുക്കാതെ വരും. രാത്രി കോളേജ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് തണുത്ത് കുറച്ചാണ് പോകുന്നത്. അതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പം മറ്റേ ഏഷ്യൻ സ്റ്റോർ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ എന്തൊക്കെയുണ്ടെന്നും നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടെന്നും കുറച്ച് വില കുറവാണെന്നും ഫ്രണ്ട്സൊക്കെ പറഞ്ഞേ. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഉച്ചയ്ക്ക് ഡെക്കാത്ലോണിലൊന്നും സാധനം മേടിക്കാൻ പറ്റത്തില്ല, കുറച്ച് ലെവൽ വേറെയാണ്. അതുകൊണ്ട് എവിടുന്ന് ഇൻട്രസ്റ്റ് സ്പോട്ടിൽ നിന്ന് അവൾ സാധനം മേടിക്കത്തുള്ളൂ. ഇവിടെ കുറച്ച് മുമ്പ് വന്നപ്പോഴും ഡെക്കാത്ലോണേയും കാട്ടി കുറച്ച് വില കൂടുതലായിരുന്നു ഇൻട്രസ്റ്റ് സ്പോട്ടിൽ. എന്നാലും അവൾ ബ്രാൻഡഡ് സാധനം മാത്രമേ യൂസ് ചെയ്തോന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറാൻ പോവാം, ഇൻട്രസ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. അപ്പം അവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കാം. ഗൈസ്, ആർച്ചിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ പ്രിഫർ ചെയ്തത് ഇത്.
കുറച്ച് ഗേൾസ് ആയിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. നീ ഗേളല്ലേ? അതുകൊണ്ട് ഗേളല്ല ആണ്. പച്ചയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്? നിങ്ങൾ പറയൂ. അല്ലേ, എനിക്ക് എത്ര പ്രായം തോന്നും ഗൈസ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കമന്റ് ചെയ്യുക. നമ്മള് ബേബി ഫേസ് ബ്രാൻഡ് നല്ലല്ലേ? ഈ മുതലോടെ ലാക്കോസ്റ്റ് നമ്മുടെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. ഡെക്കാത്ലോണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റുമാണ്. അപ്പോൾ ഞങ്ങൾ ആർച്ചയ്ക്ക് ഷൂ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ഇവർ പുച്ഛിച്ചു, പക്ഷേ ആർച്ച ഷൂ വാങ്ങി. ആർച്ച ഭയങ്കര റിച്ച് ആയതുകൊണ്ടും ഇവിടെ വെയിലായതുകൊണ്ടും ഫേസ് കാണുന്നില്ല. ആർച്ച ഭയങ്കര റിച്ച് ആയതുകൊണ്ടും ആർച്ചയുടെ കയ്യിൽ ഒത്തിരി കാശുണ്ടായത് കൊണ്ടും ആർച്ച 50 യൂറോയുടെ ഷൂ മേടിച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആരതി? പക്ഷെ ഇവിടെ നമ്മൾ ഇനി ഏഷ്യൻ സ്റ്റോർ, ഫൈനലി നമ്മൾ ഏഷ്യൻ സ്റ്റോറിലേക്ക് പോവുകയാണ്. അങ്ങോട്ടാണോ നടക്കണ്ടേ? അല്ല, അങ്ങോട്ട്. ഓൾഡ് കൊമ്പുണ്ട് കേട്ടോ. നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. യെസ്, ദിസ് ഈസ് ദ ഏഷ്യ സ്റ്റോർ ഹിയർ. ഇന്ത്യൻ ഗുഡ് ചിലപ്പോൾ കുറവായിരിക്കും. ഐ തിങ്ക് മോസ്റ്റ്ലി ചൈനീസ് റിലേറ്റഡ് അങ്ങനെ. മറ്റേ ചോപ്സ്റ്റിക്സ് ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ബാഗ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടി വന്നു. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞതിലെ കൂടുതലും ചൈനീസ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൂടുതലെന്ന്. ജാപ്പനീസ്, ചൈനീസ്, ഏഷ്യൻ, ഇതുപോലത്തെ അവരുടെ സോസ് നോക്കൂ. കിങ്കോമാൻ ഇതൊക്കെ എന്താന്ന് എനിക്കറിയില്ല. എന്തോ സോസാണ്. മറ്റേ അവരില്ല ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന മറ്റേ നമ്മൾ ഫുഡൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതിലൊക്കെ പോലുള്ള ലൈക്ക് മോമോസ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇതാണ്ട ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളത്തിന് റേറ്റ് ആണെന്ന്. 80 cents ആണ് വെള്ളത്തിന് ഈ ബോട്ടിലിന്. ആരതി എന്ത് പറയാനുള്ള? ഫസ്റ്റ് വ്യൂ അല്ലേ? ഫസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്? ഇത് എനിക്ക് ഉറക്കപ്പുറ ഈ റൈസ് കേക്ക്സ് പോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ് കേക്ക്സ് ഉണ്ട്. അതെനിക്ക് ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മോമോസ് പോലത്തെയാണ്. കൊറിയൻ സീരീസ് ഒക്കെ കാണത്തില്ല, അപ്പോൾ അതിലൊക്കെ ഒരുപാട് നമ്മൾ ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. ഐ തിങ്ക് ഇവിടെ ഇവിടെയും നമുക്ക് സാധനം മേടിച്ച് ഇവിടെ തന്നെ ചൂടാക്കി കഴിക്കുന്ന ഫെസിലിറ്റിയും ഉണ്ട്. നമ്മള് മറ്റേ ഒരു നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കണ്ടിട്ട് അവര് സാധനം എടുക്കും, പോയി കഴിക്കും. ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ജാപ്പനീസ് സ്റ്റോഴ്സിനും അങ്ങോട്ടൊക്കെ അത് കുറച്ച് ഫേമസ് ആണ്. നാട്ടിലൊന്നും അങ്ങനെയില്ല. അതെ, നമുക്ക് അരിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. 39 euros. വാവ്, നമ്മുടെ നാട്ടിൽ അരിയൊക്കെ ഇല്ല. വാവ്, നമ്മുടെ നാട്ടിൽ അരി ഉണ്ട് ഗൈസ്, പക്ഷെ കൊച്ചു പാക്കറ്റ് ആണെന്നേ ഉള്ളൂ. 4 euro. വാവ്. പിന്നെ നമ്മൾ ഏകദേശം ലിഡിലൊക്കെ പോയപ്പോൾ നമ്മൾ കുറേ അധികം കണ്ട പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ പിന്നെ എന്തോ ചൈനയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് ഉണ്ട്. ഡേറ്റ്സിനൊക്കെ പക്ഷെ ഭയങ്കര റേറ്റാണ്. ലിഡിലിൽ എനിക്ക് തോന്നുന്നു റേറ്റ് ഇതിലും കുറേ 2-3 യൂറോ എന്തോ ഉള്ളു. ഇവിടെ പക്ഷെ 5 യൂറോ. I think it is intestine, പോർക്കിൻ്റെ ഇൻറ്റസ്റ്റൈൻ ആണ്. അതും ഡിഫറെൻറ്റ് ഫോംസിലൊക്കെ ഇട്ടിട്ടുണ്ട്.
വാവ്, ഇത് മറ്റേ ഏഷ്യക്കാരൊക്കെ കൂടുതൽ കഴിക്കുമല്ലേ ഇത്? രസമുണ്ട്. വളരെ നല്ല രസമുണ്ട് കാണാൻ. കിംചി ഇഷ്ടമുള്ളവരും കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. ഇതാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഡോറടയില്ലെന്ന് തോന്നുന്നു. പിന്നെതാ നമ്മള് ലിഡിലൊന്നും കടല അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. കടലയുണ്ട്, പിന്നെ ഇത് മുതിരയാണെന്ന് തോന്നുന്നു, മുതിര. പിന്നെ ഇതാ നമ്മള് പരിപ്പ്, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഓറഞ്ച് പരിപ്പുണ്ട്, പച്ചപ്പയറുണ്ട്. ദൈവമേ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറൊക്കെ തീർന്നു. ഓ, പയർ ഐറ്റംസ് എല്ലാം ഉണ്ട്. വെറൈറ്റി പയർ, വാവ്. തൊമര, വാവ്. പിന്നെ ഡ്രൈ ചെയ്ത മഷ്റൂം, മറ്റേ ഇവരുടെ കിംചി ഉണ്ടാക്കുന്ന സാധനം എല്ലാം ഉണ്ടല്ലോ. പിന്നെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഈ സെക്ഷനിൽ ഫുള്ള് വെജിറ്റബിൾസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് അവർ റീപ്ലേസ് ചെയ്തെന്ന് തോന്നുന്നു. വെജിറ്റബിൾസ് ആണ്. ആരതി കണ്ടോ ഇതൊക്കെ? ഡ്രൈസ് ആ, ഓ ആർച്ച, ഇന്ന് എരിച്ച് ചാവും. മറ്റേ ഇല്ലേ സീവീഡ്, ആ അത് ഫ്ലേവേർഡ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഫ്ലേവേർഡ് അല്ല, ഇത് സൂഷിയിൽ റോൾ ചെയ്ത് കഴിക്കാൻ. അസർക്കൈഡ് മീൻസ് നമുക്ക് 5 യൂറോസിന് സബ്സിഡൈസ്ഡ് റേറ്റിലാണ്. 5 യൂറോസ് മാത്രം കൊടുത്താൽ മതി. ഒരുപാട് ഗ്രോസറീസ് നമുക്ക് അവർ തരും. ലൈക്ക് അത് യൂഷ്വലി അവർക്ക് ഐ തിങ്ക് ആരെങ്കിലും നിന്നും കിട്ടുന്നതും അങ്ങനത്തെയൊക്കെ ആയിരിക്കും. പക്ഷേ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ചിലപ്പോൾ എക്സ്പയർഡ് ആയിരിക്കും, ബട്ട് യൂസബിൾ പ്രോഡക്റ്റ്സ് ആയിരിക്കും. എക്സ്പയർഡ് ആയാലും ഇന്ന റേറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇരിക്കും. അവർ നമ്മളൊരു ഫേസ്ബുക്ക് വഴി നമ്മൾ അവർക്ക് മെസ്സേജ് ഇടണം. നമ്മളുടെ സ്റ്റുഡൻറ്റ് ഐ ഡി ഒക്കെ അവർ നോക്കും. നമ്മൾ സ്റ്റുഡൻറ്റ് ഐ ഡി ഒക്കെ സെൻഡ് ചെയ്യുമ്പം അവർ വെരിഫൈ ചെയ്തിട്ട് അത് വെച്ച് അവർ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ എല്ലാ വീക്കും അപ്ഡേറ്റ് ചെയ്യും എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് വരുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് അവർ ആ ദിവസം വിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. സോ അതിനനുസരിച്ച് നമ്മൾ സാറ്റർഡേയ്സ് ആണ് മാർക്കറ്റ് വരുന്നത്. സാറ്റർഡേയ്സ് അവിടെ പോയിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൂഫായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു 5 യൂറോസ് കൊടുത്താൽ നമുക്ക് ടോക്കൺ നമ്പർ തരും. ടോക്കൺ അനുസരിച്ച് നമ്മൾ പോയി നമുക്ക് വേണമെന്നുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ നമുക്ക് എക്സ്ട്രാ ഒന്നും തരത്തില്ല. അവർ തരുന്നത് മാത്രമേ നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. ഇപ്പം മീറ്റൊക്കെ ആകുമ്പോൾ ഒന്നീ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഏതെങ്കിലും ഒന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എഗ് അങ്ങനെ ഏതെങ്കിലും ഒന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നിറയെ പ്രോഡക്റ്റ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ ഒത്തിരി അവർ തരും, ഇഷ്ടമുള്ള തരും. നമുക്കൊരു 2 വീക്സ് ഒക്കെ തന്നെ പോകുന്ന പോലത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ ലാസ്റ്റ് ഈ സീവീഡിന് അവർ ചിപ്സ് പോലെ കഴിക്കുന്ന ഫ്ലേവേർഡ് എന്തോ ഒരു എരിവ് ഫ്ലേവർ ആയിരുന്നു, സ്പൈസി ആയിരുന്നു. സ്പൈസി ഫ്ലേവേർഡ് നമുക്കൊരു സ്മോൾ പാക്കറ്റ് പോലെ ഒരു ഓഷൻ നമ്മുടെ മീനിൻ്റെ ഒക്കെ ടേസ്റ്റ് സീവീഡ് ആയിരുന്നു. ഇതായിരിക്കും സൂഷിയിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന്, പക്ഷെ എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മുടെ നാട്ടിൽ ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ എന്താണോ എന്തോ. വാവ്, ഹെയർ വിഗ്. ഇവിടെ കൂടുതൽ ആൾക്കാരും വിഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാ. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാല്, തേങ്ങാവെള്ളം, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ക്രീം, പല തരത്തിലുള്ള കോക്കനട്ട്സ് ഉണ്ട്. ഇതെന്താ, മാങ്ങയാണോ? കണ്ണിമാങ്ങ. 9 യൂറോ. ഭഗവാനെ, നാട്ടിലൊക്കെ ചുമ്മാ കിടക്കുമ്പം ഒരു വിലയില്ലായിരുന്നു. മാങ്ങ ഐ തിങ്ക് കട്ട് ചെയ്ത് കഴിക്കാൻ. ഇത് മറ്റേതാണ്, നൊങ്കല്ലേ, കൂമ്പ്. എന്ത് ദൈവമേ, എല്ലാം ഉണ്ട്. പക്ഷെ നല്ല റേറ്റാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടുതലും ചൈനക്കാരൊക്കെ അല്ലേ കഴിക്കുന്നത്. അല്ല, കൂമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുവോ? പഴുത്ത ചക്ക നോക്കൂ. എനിക്കിതൊന്നും കാണാം. നമുക്ക് കാശുണ്ടെങ്കിൽ ഇതെല്ലാം മേടിക്കാം. ഞാൻ കുടിച്ചിട്ടില്ല.
മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് ലിച്ചി ഫ്ലേവർ ഒക്കെ ഇഷ്ടം, പക്ഷെ ഐ തിങ്ക് ഐ ലൈക്ക് സ്ട്രോബെറി. എന്തൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. കട്ട മോഗു അരച്ച് മേടിച്ചിട്ടുണ്ട്. ആർച്ച റിച്ച് ആയതുകൊണ്ട് ആർച്ച എല്ലാം മേടിക്കും. 2 എടുത്തായിരുന്നല്ലോ, ഒരെണ്ണത്തെ തിരിച്ചു വെച്ചേ. ഇല്ല, എരിഞ്ഞാവാൻ വയ്യ. അയ്യോ. പിന്നെ ഇവിടെ എല്ലാം മറ്റേ മാഗി സെക്ഷൻ. ഇതൊക്കെ പക്ഷെ നമ്മൾ ഇപ്പം എല്ലാം ഞങ്ങൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ക്രീം ബിസ്ക്കറ്റ് നമുക്ക് ആദ്യത്തെ ചോക്ലേറ്റ്സ് ഒന്നും തീരെ ഇഷ്ടമല്ല. ക്രീം കുഴപ്പമില്ല. പച്ചക്കറി, കപ്പലണ്ടി, പിസ്ത, ഡ്രൈ ഫ്രൂട്ട്സ്. പക്ഷെ നമ്മൾ വെജിറ്റബിൾസ് കണ്ടില്ലല്ലോ. നമ്മൾ പക്ഷെ ഫ്രീസർ സെക്ഷനിൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നോ? ഓ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ പറഞ്ഞില്ലേ ചോപ്സ്റ്റിക്സ് ഒക്കെ കൂടുതലുണ്ടെന്നത്. പല ടൈപ്പ് ഓഫ് ചോപ്സ്റ്റിക് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ചോപ്സ്റ്റിക് ഒക്കെ. പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് കൈയൊക്കെ ഇട്ട് പഠിക്കാൻ. പിന്നെ നല്ല റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട് ഇതിൻ്റെ പേര് ഇത് ക്യാറ്റല്ല, ഇത് പന്നിയാ. ക്യാറ്റ് അതാണ്ട് ഇത്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു ഇത് ലക്കി ക്യാറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന നല്ല എന്തെങ്കിലും പല കളറിന് പല ഇതുണ്ട്. അതെ, എന്താ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ലക്കി ക്യാറ്റാണ്. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത്. പക്ഷെ എന്തോ എൻ്റെ അവിടെ വീടിൻ്റെ അടുത്ത് നിയർ ഒരു സ്റ്റോറുണ്ട്, അവിടെ പല കളറുണ്ട്. യെല്ലോ, ബ്ലൂ, പർപ്പിൾ. പക്ഷെ ഡിഫറെൻറ്റ് കളേഴ്സിന് ഡിഫറെൻറ്റ് മീനിങ് ആണ്. യെല്ലോ ഹാപ്പിനെസ്, വെൽത്ത്, പ്രോസ്പിരിറ്റി, അങ്ങനെ കുറേ മീനിങ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ഇതാ കുഞ്ഞു സാധനം. നൈസ്, ക്യൂട്ടായിട്ടുണ്ട്. അയ്യോ, വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ €5 തിരിച്ചു. ഓമയ്ക്ക, പപ്പായ, കട്ട് ചെയ്ത പച്ച പപ്പായ. ഈ മുട്ടായിക്ക് ഒരു ഇത് ഫോർച്യൂൺ കുക്കീസ് ആണ്. സോ ഇത് കുക്കീസാണ്. കുക്കീസിൻ്റെ അകത്തൊരു പ്രൊഫസി പോലെ കാണും. നമുക്കപ്പോൾ ഇത് ഓപ്പൺ നമ്മൾ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ആർച്ച ഓൾറെഡി തുറന്ന് കഴിച്ചു കഴിഞ്ഞു. നോട്ട് ഉണ്ട് ഇതിന്റെ. ആർച്ച ഫേക്ക് ഫ്രണ്ടാ. നമ്മളെ വെയിറ്റ് ചെയ്യാതെ അവളുടെ പ്യൂമയുടെ ഷൂ ഒക്കെ താഴെ ഇട്ടുക. Luck at home and true friends. ഓ, ട്രൂ ഫ്രണ്ട്സ് എന്ത് വേണം ആർച്ച? നമ്മളെ കൂടെ ഉണ്ടല്ലോ. ഇത് രണ്ടാളും ഫേക്ക് ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഓക്കെ, ഇവർ തുറക്കാണ് ഗൈസ്. ഇതാണ് ഫോർച്യൂൺ. അതെ, പകുതി താഴെ കളഞ്ഞു. അതൊന്നും എടുക്കരുത്. ഓക്കെ, ആദ്യം വായിക്കൂ. Everyone loves you because you are a good-hearted person. Oh my god. Oh my god. Correct അല്ലേ? അതെ. I'm a good-hearted person. എനിക്ക് more steadiness comes into your emotional life. more steadiness comes into your എൻ്റെ ഇമോഷണൽ ലൈഫ് അത്ര സ്റ്റേബിൾ അല്ല ഇപ്പം, പക്ഷെ ഇനി സ്റ്റേബിൾ ആവുമെന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഏഷ്യൻ സ്റ്റോറിലും പോയി, ഡെക്കാത്തലോണിലും പോയി. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എത്ര മിനിറ്റിലാ ബസ്സുള്ള? ഒരു 8 മിനിറ്റ്. 8 മിനിറ്റിൽ ഒരു ബസ്സുണ്ട്. സോ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഇപ്പം തന്നെ സമയം എത്ര? 3 കഴിഞ്ഞു.
സോ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് നിങ്ങൾ ബസ് സ്റ്റാൻഡ്, അപ്പം ഓരോ ബസ് സ്റ്റാൻഡിലേക്ക് നമ്പർ എഴുതിയിരിക്കും. ആ നമ്പർ ബസ് മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. ഇപ്പം എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കില്ല. ഇപ്പം അപ്പുറത്തെ സ്റ്റാൻഡ് ഇത് ബസ് നോക്കി ജസ്റ്റ് അവിടെ ഒരു തൂണ് മാത്രമേ ഉള്ളൂ. അപ്പം ആ തൂണിൽ ഇട്ടിരിക്കുന്ന നമ്പർ ബസ് മാത്രമേ അവിടെ വരത്തുള്ളൂ. ഇപ്പം ഇവിടെ 2 മാത്രമേ വരത്തുള്ളൂ. അത് 2 മാത്രമേ ഇട്ടേക്കുന്നത്. പിന്നെ ഓരോ ബസ്സും ഓരോ ദിവസം എത്ര മണിക്കൊക്കെ വരും, സമയമൊക്കെ ഇവിടെ. ഇത് സാധാരണ ഡേയ്സ് ഡു ലന്തി മൺഡേ ടു ഫ്രൈഡേ. ഇത് സാറ്റർഡേക്കുള്ളത്, ഇത് സൺഡേക്കുള്ള. ഓരോ അവേഴ്സിൽ എത്ര മണിക്ക് ബസ്സുണ്ട്. പിന്നെ ആ ബസ് ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത്, ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഏതൊക്കെ സ്റ്റോപ്സ് ഇടയിലുണ്ടെന്നെല്ലാം മാപ്പ് എല്ലാ ബസ് സ്റ്റാൻഡിലും ഇതുണ്ട്. ഏതൊക്കെ ബസ് വരുമോ ആ ബസ്സിനൊക്കെ ഉള്ള എല്ലാ ബസ്സിനുള്ള സമയവും എല്ലാ ബസ്സിനുള്ള മാപ്പും റൂട്ടും എല്ലാ ബസ് സ്റ്റോപ്സിലും ഉണ്ടായിരിക്കും. ആ ബസ് വർക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ ആ ബസ് ഇപ്പോൾ ഇനി അവിടെ ഒന്നും നിർത്തത്തില്ലെങ്കിൽ അവിടെ നോ സ്റ്റോപ്പ് എന്നും ബോർഡ് ഉണ്ടായിരിക്കും. സോ ആ ബസ്സിലേക്ക് കയറേണ്ട ആവശ്യമില്ല. സോ ഇന്നത്തെ ഞങ്ങളുടെ പ്രയാണം ഇതൊക്കെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.